ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓപ്പൺഹൈമർ ജൂലൈ മാസം 21-ാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ചിത്രം അതിന്റെ ടൈറ്റിൽ പോലെ തന്നെ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെ റോബർട്ട് ഓപ്പൺഹൈമറെ കുറിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഈ ചിത്രം പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ തന്നെ ഇതിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ ഈ ചിത്രം ഒരു പുസ്തകത്തെ ബേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമായിട്ടുള്ള ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയുകയുണ്ടായി. അമേരിക്കൻ പ്രൊമിത്യൂസ് ദ ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുക്കുന്നത്. 2005-ൽ റിലീസ് ചെയ്ത ഈ ബുക്ക് 2006-ലെ പുലിറ്റ്സർ സമ്മാനം നേടിയ പുസ്തകമാണ്. ഏകദേശം 25 വർഷത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം ഇതിന്റെ ഓതേഴ്സിന് പുറത്തിറക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ജെ റോബർട്ട് ഓപ്പൺഹൈമറെ അമേരിക്കൻ പ്രൊമിത്യൂസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ആരാണ് ഈ പ്രൊമിത്യൂസ്? ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു ദൈവമായിരുന്നു ഈ പ്രൊമിത്യൂസ് എന്ന് കാണാം. അപ്പോൾ പ്രൊമിത്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം അഗ്നിയുടെ ദേവനായിരുന്നു, തീയുടെ ദേവനായിരുന്നു, ഗോഡ് ഓഫ് ഫയർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പുരാണം നടക്കുന്ന സമയത്ത് മനുഷ്യർക്ക് തീയുടെ ആക്സസ് ഉണ്ടായിരുന്നില്ല, ദൈവങ്ങൾക്ക് മാത്രമായിരുന്നു തീ ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ പ്രൊമിത്യൂസ് ദൈവങ്ങളുടെ അടുത്തു നിന്നും തീ കട്ടെടുത്ത് മനുഷ്യന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് തീയുടെ കണ്ടുപിടുത്തം എന്ന് നമുക്ക് കാണാം. സോ അത്രയും വലിയൊരു സംഭാവനയാണ് ഈ പ്രൊമിത്യൂസ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവങ്ങളുടെ രാജാവായിട്ടുള്ള സിയൂസ് ദേവൻ ഈ പ്രൊമിത്യൂസിനെ ശപിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു കല്ലുമായി ബന്ധിപ്പിച്ച് കിടത്തുകയും എല്ലാ ദിവസവും ഒരു പരുന്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കരൾ കാർന്നു തിന്നുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൊമിത്യൂസിന് കിട്ടിയ ശിക്ഷ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും പരുന്ത് ഇദ്ദേഹത്തിൻ്റെ കരൾ കാർന്നു തിന്നും. എന്നാൽ ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കരൾ വീണ്ടും വളർന്നു വരികയും വലുതാവുകയും ചെയ്യും. അടുത്ത ദിവസം വീണ്ടും പരുന്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ കരൾ കൊത്തി തിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. കുറേ കാലം അദ്ദേഹം ഈ ശാപം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്നു. അതിനുശേഷം ഹെർക്കുലീസ് ദേവൻ വന്ന് ഇദ്ദേഹത്തെ വിമോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗ്രീക്ക് പുരാണത്തിലെ ഈ കഥാപാത്രത്തോടാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെ ഓപ്പൺഹൈമറെ ഉപമിച്ചിരിക്കുന്നത് എന്ന് കാണാം. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തിരിച്ചറിയണം. പക്ഷേ ശാസ്ത്രത്തിനും ലോകത്തിനും വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയുടെ കഥയ്ക്ക് കുറച്ച് നീളം കൂടുതലാണ്. അതുകൊണ്ട് ഈ കഥ 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ കഥയുടെ 1-ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ കഥയിലെയും നമ്മുടെ സിനിമയിലെയും കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജൂലിയസ് റോബർട്ട് ഓപ്പൺഹൈമറുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കിലിയൻ മർഫി എന്ന നടനാണ്. അദ്ദേഹം ജനിക്കുന്നത് അമേരിക്കയിലെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് എന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ പിതാവ് ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലേക്ക് 17-ാം വയസ്സിൽ കുടിയേറിയ ഒരു ജൂതനായിരുന്നു. അവിടെ അദ്ദേഹം ഒരുപാട് കച്ചവടങ്ങൾ നടത്തുകയും ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരുപാട് സമ്പത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാൻ ഗോഗിൻ്റെയൊക്കെ ഒറിജിനൽ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആഡംബരം നിറഞ്ഞ ഒരു ചെറുപ്പകാലമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് കാണാം. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ അന്തർമുഖനായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഓപ്പൺഹൈമർ. പക്ഷേ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ പഠനത്തിൽ കഴിവ് തെളിയിക്കുകയും ചെയ്തൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് സ്കൂൾ പഠനകാലത്തിന് ശേഷം അദ്ദേഹത്തിന് അമേരിക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ലിറ്ററേച്ചറും അതുപോലെ തന്നെ വെസ്റ്റേൺ, ചൈനീസ്, അതുപോലെ തന്നെ ഹിന്ദു ഫിലോസഫി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ പ്രാവീണ്യം നേടുന്നത് കാണാം. അങ്ങനെ ഹാർവാർഡിലെ പഠനത്തിന് ശേഷം അദ്ദേഹം UK-യിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള കാവൻഡിഷ് ലബോറട്ടറിയിൽ എത്തുകയാണ്. എന്നാൽ ഈ ലാബോറട്ടറിയിൽ കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ തൻ്റെ കഴിവിൽ അദ്ദേഹത്തിന് വലിയ സംശയങ്ങൾ തോന്നുകയും അദ്ദേഹം ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു വർഷം കാവൻഡിഷ് ലാബോറട്ടറിയിൽ സമയം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം ജർമ്മനിയിലെ ഗോട്ടിംഗം യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിന് വേണ്ടി പോവുകയും അവിടെ ചെല്ലുന്ന സമയത്ത് ഫിസിക്സിൽ വലിയ ചില കണ്ടുപിടുത്തങ്ങൾ നടക്കുകയും ചെയ്യുകയായിരുന്നു. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ശാസ്ത്രശാഖ തന്നെ രൂപപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ക്രാച്ചിൽ നിന്നും രൂപപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് അദ്ദേഹം ആ ഒരു ശാസ്ത്രശാഖയിൽ ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പഠനം നടത്താനും ഓപ്പൺഹൈമർ ചെയ്യുന്നു. ആ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് വെറും 3 വർഷങ്ങൾ കൊണ്ട് ആ വിഷയത്തിൽ 16 പേപ്പറുകളാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് എന്ന് കാണാം. ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ അദ്ദേഹം നേടിയെടുക്കുന്നു. ഓപ്പൺഹൈമർ എന്ന പേര് ചുരുക്കി OP എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ജർമ്മനിയിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നു. അങ്ങനെ 1929-ൽ തൻ്റെ 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വന്തം ദേശമായിട്ടുള്ള അമേരിക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മേഖലയിൽ ഇത്രയും കഴിവ് തെളിയിച്ച ഒരാൾ പോലും അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ബെർക്ക്ലി സ്കൂളിൽ അദ്ദേഹം ഒരു ലെക്ചററായിട്ട് ജോയിൻ ചെയ്യുകയാണ്.
അപ്പോൾ അത്രയും കാലവും പേപ്പർ പബ്ലിഷിംഗ് അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിലൊക്കെ ചില പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു അധ്യാപകനായി മാറുകയാണ്. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ലെക്ചറായി അദ്ദേഹം മാറുകയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി വീണ്ടും വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് അരഗൻ്റായി മാറുകയും ചെയ്തു എന്നാണ് ആളുകൾ പറയുന്നത്. ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ ആ സംശയം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ മറുപടി പറയാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ടും ഇദ്ദേഹം മാറുന്നുണ്ട് എന്ന് കഥകൾ പറയുന്നു. എന്നാൽ ഇദ്ദേഹം വളരെ കഴിവുള്ള ഒരു ഫിസിസിസ്റ്റും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനുമാണ് എന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം ഫിസിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്നോ പൊളിറ്റിക്കലായിട്ട് എന്ത് സംഭവിക്കുന്നുവെന്നോ അദ്ദേഹത്തിന് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1929 അമേരിക്കയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കുമ്പോഴും അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ടും മാത്രമല്ല പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്ത് കയ്യിലുള്ളതുകൊണ്ടും അദ്ദേഹം അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സ്വഭാവത്തിനൊരു മാറ്റം വരുന്നത് 1936 അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല വിദ്യാർത്ഥികൾക്കും ജോലി ഇല്ലാത്തതുകൊണ്ടും ഈ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സമൂഹത്തെക്കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പതിയെ അറിയാൻ ആരംഭിക്കുകയാണ്. ഏകദേശം ഇതേ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീൻ ടാറ്റ്ലോക്ക് എന്ന യുവതിയുമായിട്ട് പ്രണയത്തിലാവുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി 22 വയസ്സുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു അവരെ എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയിലൂടെ സമൂഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സിനെ കുറിച്ചും ലോകത്തെമ്പാടുമുള്ള ലെഫ്റ്റ് വിങ് മൂവ്മെൻറ്റുകളെക്കുറിച്ച് ഇദ്ദേഹത്തിന് നല്ല ഗ്രാഹ്യമുണ്ടാകുന്നു. ലെഫ്റ്റ് വിങ് മൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇപ്പോൾ സ്പാനിഷ് സിവിൽ വാർ പോലെയുള്ള ആക്ടിവിറ്റികൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ധനസമാഹരണമൊക്കെ ഇദ്ദേഹം നടത്തുന്നുണ്ട്. ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് യൂണിയനുകളിൽ, ടീച്ചേഴ്സ് യൂണിയനുകളിലും അതുപോലെ തന്നെ പ്രൊഫസർമാരുടെ യൂണിയനുകളിലൊക്കെ ഇദ്ദേഹം അംഗമാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും ജീവിതകാലത്തിൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ മെമ്പർ ആയിരുന്നില്ല എന്ന് കാണാം. അപ്പോൾ ജീൻ ടാറ്റ്ലോക്കുമായിട്ടുള്ള ബന്ധമാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വഴിവെച്ചത് എന്ന് കാണാം. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം ഇവർ പിരിയുകയാണ്. അതിനുശേഷം ഇദ്ദേഹം മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അതാണ് കിറ്റി ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. 1940 ഇദ്ദേഹം കിറ്റി ഓപ്പൺഹൈമറെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണം വരെ കിറ്റി അദ്ദേഹത്തിൻ്റെ ജീവിത സഖിയായി തുടരുകയും ചെയ്തു. അപ്പോൾ കിറ്റി ഓപ്പൺഹൈമറുടെ 4ാമത്തെ വിവാഹമായിരുന്നു അത്. അവരും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആയിരുന്നു എന്ന് കാണാം. ഇനി അത് മാത്രമല്ല, ഓപ്പൺഹൈമറുടെ ബ്രദറായിട്ടുള്ള ഫ്രാങ്ക് ഓപ്പൺഹൈമറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത്തരം ഐഡിയോളജിയിൽ ഒരുപാട് കാലം ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഈ ഐഡിയോളജികളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീണ്ടും ഫിസിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഏകദേശം ഇതേ ഒരു കാലഘട്ടത്തിൽ 1938 ഡിസംബറിൽ 2 ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തുകയും വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുകയും ചെയ്യുന്നു. ഒരു ആറ്റത്തിനെ വിഭജിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. ഈ ഒരു പ്രവർത്തനത്തെ പിന്നീട് എല്ലാവരും ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിച്ചു. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും വാർത്തകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ ഓപ്പൺഹൈമർ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു സ്ഫോടനം നടത്തിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ബോംബ് നിർമ്മിച്ചുകൂടാ എന്നുള്ളതായിരുന്നു അവരെല്ലാവരും ഒരുപോലെ ചിന്തിച്ച കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുകയാണ്. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജപ്പാനിലും ജർമ്മനിയിലും എല്ലാം വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനിയിൽ ഒരു ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച് 9 മാസങ്ങൾക്ക് ശേഷം 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഒരു ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടുണ്ട് സിലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു കത്ത് തയ്യാറാക്കി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റൂസ്വെൽറ്റിന് അയക്കുകയാണ്. ഈ കത്ത് വെറുതെ അയക്കുക മാത്രമല്ല ചെയ്തത്, ഐൻസ്റ്റീനെ പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പോടും അനുവാദത്തോടും കൂടിയിട്ടാണ് ഈ ലെറ്റർ അയക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ലെറ്ററിൽ അദ്ദേഹം ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു തീരത്ത് ഒരു ബോട്ടിൽ വെച്ചുകൊണ്ട് ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ഫോടനം നടക്കുകയാണെങ്കിൽ ആ ഒരു പോർട്ട് മുഴുവൻ ഇല്ലാതാവുന്ന അവസ്ഥ വരും. അത്രയും ഭീമാകാരമായിട്ടുള്ളൊരു ബോംബാണ് എന്ന് അവർ ഈ ലെറ്ററിൽ പറയുന്നു. നാസി ജർമ്മനി ഓൾറെഡി ഇതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു ആറ്റം ബോംബ് നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നയിക്കും. അതിനെ തടയാൻ അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് റൂസ്വെൽറ്റ് നയിച്ചിട്ടുള്ള ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൂസ്വെൽറ്റ് മനസ്സിലാക്കുകയും
ഒരു ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണം അമേരിക്കൻ ഗവൺമെന്റിന്റെയും അമേരിക്കൻ ആർമിയുടെയും കീഴിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. 1939 ഡെവലപ്മെന്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽസ് എന്ന പേരിലാണ് അമേരിക്ക അവരുടെ ആറ്റം ബോംബിന്റെ പരീക്ഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ആർമിയുടെ ഒരു വിഭാഗമായിരുന്നു ഇതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് എന്ന് കാണാം. ആർമിയുടെ ഒരു വിഭാഗത്തിന്റെ പേര് മാൻഹാട്ടൻ എഞ്ചിനീയറിംഗ് ഡിസ്ട്രിക്ട് എന്നായിരുന്നു. ചുരുക്കി അതിനെ മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് എന്ന് വിളിക്കാറുണ്ട്. ഈ മാൻഹാട്ടൻ ഡിസ്ട്രിക്റ്റിന്റെ നേതൃത്വത്തിൽ ഈ ആറ്റം ബോംബിന്റെ പരീക്ഷണങ്ങൾ നടന്നതുകൊണ്ട് പിന്നീട് ആ പ്രൊജക്ടിന്റെ പേര് മാൻഹാട്ടൻ പ്രൊജക്ട് എന്നായി മാറുകയാണ്. സോ അങ്ങനെയാണ് മാൻഹാട്ടൻ പ്രൊജക്ട് അമേരിക്കയുടെ ആറ്റം ബോംബ് പ്രൊജക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് മേജർ ജനറൽ ലെസ്ലി ഗ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് മാറ്റ് ഡേമൻ ആണ് എന്ന് കാണാം. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് മാത്രമായിരുന്നില്ല ഈ പരീക്ഷണം നടന്നിരുന്നത്. ചിക്കാഗോയിലെ ഒരു ലാബോറട്ടറിയിലും അതുപോലെ തന്നെ കാലിഫോർണിയയിലെ ഒരു ലാബോറട്ടറിയിലും ഇതിൻ്റേതായിട്ടുള്ള ചില നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. യുറേനിയം, പ്ലൂട്ടോണിയം പോലെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ലാബുകൾ അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആറ്റം ബോംബിന്റെ ഡിസൈനിനും അതിന്റെ പരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു വലിയ ലാബ് നിർമ്മിക്കാനും ഈ ലാബിന്റെ ഡയറക്ടറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ലെസ്ലി ഗ്രൂസ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് റോബർട്ട് ഓപ്പൺഹൈമറെയാണ് എന്ന് കാണാം. എന്നാൽ ഈ തീരുമാനത്തെ ഒരുപാട് പേര് വെല്ലുവിളിക്കുകയാണ്. റോബർട്ട് ഓപ്പൺഹൈമർ ഒരു ലെക്ചറർ മാത്രമാണ്, ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് മാത്രമാണ്. എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒരു സംഭാവനയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 100 പേരെ പോലും ഒരു ഗ്രൂപ്പായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരാളെ ഇത്രയും വലിയൊരു പ്രൊജക്ടിൻ്റെ ലാബോറട്ടറിയുടെ ഡയറക്ടറാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ 1942 ന്യൂയോർക്കിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചിട്ട് ഈ ഓപ്പൺഹൈമറും അതുപോലെ തന്നെ ലെസ്ലി ഗ്രൂസും തമ്മിൽ വലിയൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഓപ്പൺഹൈമർ ഈ ജോലിക്ക് യോഗ്യനാണ് എന്ന് ലെസ്ലി ഗ്രൂസിന് മനസ്സിലാക്കുകയും അങ്ങനെ ഇദ്ദേഹത്തെ മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ലാബോറട്ടറിയുടെ ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്യാൻ ലെസ്ലി ഗ്രൂസ് തീരുമാനിക്കുന്നു. എന്നാൽ ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഗവൺമെന്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും വലിയൊരു എതിർപ്പ് വരികയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുമായിട്ട് ഇദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരുന്നു. ലെഫ്റ്റ് വിങ് ഐഡിയോളജീസ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. സോ അങ്ങനെ പാസ്റ്റുള്ള ഒരാൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ അലയാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ രീതിയിലുള്ള അകലം പാലിക്കാൻ അമേരിക്ക ശ്രദ്ധിച്ചിരുന്നു. സോ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസമൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഈ പ്രൊജക്ടിന്റെ ഡയറക്ടർ എന്ന് മാത്രമല്ല ഈ ഒരു ലാബോറട്ടറിയിൽ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് പോലും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള എതിർപ്പുകളൊക്കെ വരികയാണ്. ഇദ്ദേഹത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ടോപ്പ് പൊസിഷനിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ജോലികളിലേക്കൊക്കെ പോകണമെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം. അപ്പോൾ ഈ ക്ലിയറൻസ് കൊടുക്കാൻ FBI പോലുള്ള ഓർഗനൈസേഷൻസും ഗവൺമെന്റും ഒന്നും തയ്യാറാവുന്നില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും 1943 റോബർട്ട് ഓപ്പൺഹൈമർക്ക് ഈ ഒരു ലാബിന്റെ ഡയറക്ടറായി മാറാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുകയും അദ്ദേഹം ഡയറക്ടറായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇനി വേണ്ടത് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആർക്കും അറിയാത്ത, ആരും കാണാത്തൊരു സ്ഥലത്ത് വലിയൊരു ലാബോറട്ടറി നിർമ്മിക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഓപ്പൺഹൈമർ സജസ്റ്റ് ചെയ്യുന്നത് ന്യൂ മെക്സിക്കോയിലെ ലോസ് ആൽമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുപ്രദേശമാണ്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഒരുപാട് തവണ യാത്ര ചെയ്യുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലവുമായിരുന്നു ഈ ലോസ് ആൽമോസ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ലാബോറട്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ലാബോറട്ടറിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ലോസ് ആൽമോസിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേദിവസം തൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം ഒരു പാർട്ടി നൽകുന്നു. അപ്പോൾ ഈ ഡിന്നർ പാർട്ടിയിലേക്ക് ഓപ്പൺഹൈമർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഹാക്കോൺ ഷെവലിയെ എന്നൊരാളെ കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഡിന്നർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹാക്കോൺ ഷെവലിയെ ഓപ്പൺഹൈമർക്ക് മുമ്പിൽ ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജോർജ് എൽട്ടൺടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം സോവിയറ്റ് യൂണിയനുമായിട്ട് അല്ലെങ്കിൽ സോവിയറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പൈ ആണ്. അവർക്ക് ലോസ് ആൽമോസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. സോ ലോസ് ആൽമോസിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യാമോ എന്നുള്ളൊരു പ്രപ്പോസലാണ്, ഈ ജോർജ് എൽട്ടൺടണുമായിട്ട് ഷെയർ ചെയ്യാമോ എന്നുള്ളൊരു പ്രപ്പോസലാണ് ഷെവലിയെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓപ്പൺഹൈമർ തള്ളിക്കളയുന്നു. പിറ്റേ ദിവസം അദ്ദേഹവും കുടുംബവും ലോസ് ആൽമോസിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഒന്നുമില്ലാതെ വെറും തരിശായി കിടന്നിരുന്ന ഒരു മരുഭൂമിയാണ് ഈ ലോസ് ആൽമോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം. അവിടേക്കാണ് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരും മറ്റ് ജോലിക്കാരും ഒരുപാട് സയൻറ്റിഫിക് എക്വിപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു കാലാകാലങ്ങളോളം ഇവർക്കെല്ലാം ഇവിടെ താമസിക്കണം, ഇവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം. അങ്ങനെ വലിയൊരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റി തന്നെ ഈ ലോസ് ആൽമോസിൽ അമേരിക്കൻ ഗവൺമെൻറ്റും ആർമിയും ചേർന്ന് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ലോസ് ആൽമോസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർമിയുടെയും മറ്റ് ഗവൺമെൻറ് ഏജൻസികളുടെയും വലിയൊരു സർവൈലൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ഓഫീസുകൾ വയർ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും 24 മണിക്കൂറും ഓഫീസേഴ്സ് സർവൈൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ലാബോറട്ടറി ഡയറക്ടറായിരുന്ന ഓപ്പൺഹൈമറുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കം ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളും ഒരു ഗവൺമെൻറ് ഏജൻ്റ് ആയിരുന്നു എന്ന് കാണാം. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. റോബർട്ട് ഓപ്പൺഹൈമർക്ക് അപ്പോഴും ഗവൺമെൻറ് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നില്ല. അവിടുത്തെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ പ്രൊജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം
അദ്ദേഹം മുൻ കാമുകിയായിട്ടുള്ള ജീൻ ടാറ്റ്ലോക്കിനെ വീണ്ടും സന്ദർശിക്കുകയാണ്. അപ്പോൾ അവരൊരുപാട് മാനസിക സംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് അഫിലിയേഷനുള്ള ഒരാളെ ഈ പ്രൊജക്ട് ഡയറക്ടർ സന്ദർശിക്കുന്നത് സസ്പീഷ്യസ് ആയിട്ടാണ് എല്ലാ അതോറിറ്റീസും നോക്കി കണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ഈ കണ്ടുമുട്ടലിന് 6 മാസങ്ങൾക്ക് ശേഷം ജീൻ ടാറ്റ്ലോക്ക് ആത്മഹത്യയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെ സന്ദർശിച്ച് തിരിച്ചു വന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് ഓപ്പൺഹൈമർക്ക് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകുകയാണ്. പക്ഷേ സെക്യൂരിറ്റി ക്ലിയറൻസ് മാത്രമേ നൽകുന്നുള്ളൂ. ഇത്തരത്തിലുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലുള്ള സർവൈലൻസും വയർ ടാപ്പിങ്ങും ഒക്കെ പഴയതുപോലെ തന്നെ തുടരാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ഈ ഗവൺമെൻറ് ഏജൻസികൾക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഓപ്പൺഹൈമർ തീരുമാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലോസ് ആൽമോസിലേക്ക് വരുന്നതിന് തലേ ദിവസം ഷെവലിയ എന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇദ്ദേഹത്തെ സമീപിക്കുകയും ഈ ഇൻഫർമേഷൻ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ നൽകുകയും ചെയ്തിരുന്നു എന്ന്. പക്ഷേ ഷെവലിയ എന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇവിടെ പരാമർശിക്കാൻ ഓപ്പൺഹൈമർ തയ്യാറാവുന്നില്ല. പക്ഷേ എൽറ്റൻടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് സോവിയറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇവിടുത്തെ വിവരങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം ജനറൽ പാഷിന് കൈമാറുന്നത്. എന്നാൽ അതേസമയം തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ പേര് പുറത്തു വരാതിരിക്കുന്നതിനും തൻ്റെ മേലെ ഗവൺമെൻറ് ഏജൻസികൾക്കുള്ള സസ്പീഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥകളും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സോ ജീൻ ടാറ്റ്ലോക്കിനെ സന്ദർശിക്കുന്നതും ഇത്തരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥകൾ പങ്കുവെക്കുന്നതും പിന്നീട് അദ്ദേഹത്തിന് വിനയായി വരുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അദ്ദേഹം അപ്പോൾ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷനും ഈ ഒരു ബോംബ് പ്രൊജക്റ്റിൽ മാത്രമായിരുന്നു. ഇത് മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലെല്ലാം നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഓപ്പൺഹൈമർക്ക് സാധിക്കുന്നുണ്ട്. അവിടുത്തെ വിവിധ തരത്തിൽ വിവിധ കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ബോംബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്തെല്ലാം സൊല്യൂഷൻ കണ്ടെത്താനും എല്ലാം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിലും എല്ലാവരും ആകൃഷ്ടരാകുന്നത് കാണാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരികയാണ്. ഈ ഒരു മാൻഹാട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു US ഹംഗേറിയൻ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എഡ്വാർഡ് ടെല്ലർ എന്നാണ്. എഡ്വാർഡ് ടെല്ലർ ഓപ്പൺഹൈമറുടെ അടുത്ത് വീണ്ടും വരികയും ന്യൂക്ലിയർ ബോംബല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഒരു സൂപ്പർ ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബാണ് വേണ്ടത് എന്ന് പറയുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ഓപ്പൺഹൈമറെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. സോ കാലാകാലങ്ങളായിട്ട് ഈ എഡ്വാർഡ് ടെല്ലർ ഹൈഡ്രജൻ ബോംബിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോബർട്ട് ഓപ്പൺഹൈമർക്ക് ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് നാസികൾ ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ ആറ്റം ബോംബ് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനുവേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, ഈ സൂപ്പർ ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ആറ്റം ബോംബ് കൂടിയേ തീരൂ. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും പ്രയോറിറ്റി അതിന് വേണ്ടി ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും ഓപ്പൺഹൈമറെ ശല്യപ്പെടുത്താൻ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺഹൈമർ എഡ്വാർഡ് ടെല്ലറെ മാൻഹാട്ടൻ പ്രൊജക്റ്റിൽ നിന്ന് റിലീവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹൈഡ്രജൻ ബോംബിന് വേണ്ടി അല്ലെങ്കിൽ സൂപ്പർ ബോംബിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊള്ളാൻ പറയുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാൻഹാട്ടൻ പ്രൊജക്റ്റിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം എഡ്വാർഡ് ടെല്ലർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഓപ്പൺഹൈമർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് ഓപ്പൺഹൈമറുടെ കുടുംബത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിപ്രഷനിലേക്ക് പോവുകയും അതിന് പിന്നീട് മദ്യാസക്തിയിലേക്കൊക്കെ പോവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും പേഴ്സണൽ ലൈഫിലും മാത്രമല്ല, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആറ്റം ബോംബിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നാസികളുടെ അല്ലെങ്കിൽ ജർമ്മൻ ബോംബ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിട്ട് ഹൈസൻബർഗ് എന്ന പേരിലുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു പ്രൊജക്റ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് വളരെ ഡെസ്പറേറ്റ് ആവുന്നു. ഈ ഹൈസൻബർഗിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പോലും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരികയാണ്. പക്ഷേ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആകുന്നില്ല എന്ന് കാണാം. അപ്പോൾ അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മാൻഹാട്ടൻ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ചരിത്രം മറ്റൊരു രീതിയിൽ തിരിയുന്നത്. 1945 ജർമ്മനി കീഴടങ്ങുകയാണ്. ജർമ്മനി തോൽവി സമ്മതിക്കുന്നു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ വലിയൊരു ചോദ്യമാണ് മുന്നോട്ട് വരുന്നത്. ജർമ്മനി ഈ ബോംബ് നിർമ്മിക്കുന്നതിന് മുൻപേ ബോംബ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ജർമ്മനി കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ പദ്ധതികളും നിന്നുപോയി എന്നിവർക്കറിയാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകണമോ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കണമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ സകല ഡയറക്ടർമാരും റോബർട്ട് ഓപ്പൺഹൈമർ ഉൾപ്പെടെ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ആറ്റം ബോംബ് നിർമ്മിക്കണമെന്നാണ്. അപ്പോൾ ഇതിന് 2 കാരണങ്ങളാണ് ഓപ്പൺഹൈമർ മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തേത്, ഇങ്ങനെ ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാൻ പറ്റുമോ എന്നറിയണം, അല്ലെങ്കിൽ ഈ ഫിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലോസീവ് നിർമ്മിക്കാൻ സാധിക്കുമോ, അത് സക്സസ്ഫുൾ ആവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം, ഒരു ടെക്നിക്കലായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തേത്, ഇങ്ങനെ ഒരു ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളൊരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതായത് ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുമെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ് എന്ന് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കും. ഇതെല്ലാ രാജ്യങ്ങൾക്കും നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്നും അത് ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നയിക്കുമെന്ന് ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കാനും അതുവഴി ലോകത്തിലെ യുദ്ധങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും എന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആറ്റം ബോംബിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ആറ്റം ബോംബിൻ്റെ പ്രവർത്തനം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് കേവലം ഒരു ടെസ്റ്റിലൂടെ മാത്രമാവരുത്, ഒരു കോമ്പാറ്റ് ഫീൽഡിൽ, അതായത് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈ ആറ്റം ബോംബ് ഉപയോഗിച്ച് കാണിക്കണം, എങ്കിലേ അതിൻ്റെ ഭീകരാവസ്ഥ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ എവിടെയാണ് ഈ ആറ്റം ബോംബ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്കെതിരെ ഏറ്റവും വലിയൊരു പ്രതിരോധം തീർത്തിരുന്നത് ജപ്പാനാണ് എന്ന് കാണാം. അപ്പോൾ ജപ്പാന് മേലെ ഈ ബോംബ് പ്രയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ജപ്പാന് മേലെ ഈ ബോംബ് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഓപ്പൺഹൈമറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മുന്നോട്ട് വെക്കുകയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ ബോംബ് പ്രയോഗിക്കുന്നതിന് മുന്നേ അത് USSRനെ, സോവിയറ്റ് യൂണിയനെ അറിയിക്കണം. കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാം ഒരേ സഖ്യകക്ഷിയുടെ ഭാഗമായിട്ട് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഈ ഒരു ബോംബിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും UK, ഫ്രാൻസ് പോലെയുള്ള സഖ്യ രാജ്യങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും അമേരിക്ക കൊടുക്കുന്നുണ്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും കൊടുക്കുന്നില്ല. അങ്ങനെ അവരോട് പറയാതെ ഈ ബോംബ് ജപ്പാന് മേലെ പ്രയോഗിക്കുകയാണെങ്കിൽ ഒരു വെല്ലുവിളിയായി USSR സ്വീകരിക്കുകയും ഈ യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും USSRയുടെയും ഇടയിൽ ഒരു ആംസ് റേസ് ഉണ്ടാവുകയും ഈ രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഉണ്ടായാൽ അത് വലിയൊരു നാശനഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് USSRനെ ഇത് അറിയിക്കണമെന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ബോംബ് പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജപ്പാനെ ധരിപ്പിക്കണം, അവർക്കൊരു വാണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ജപ്പാന് മേലെ ഈ ബോംബ് പ്രയോഗിക്കാവുള്ളൂ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൂസ്വെൽറ്റ് അധികാരമൊഴിയുകയും ഹാരി എസ് ട്രൂമാൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്യുന്നു. ഗാരി ഓൾഡ്മാനാണ് ഈ സിനിമയിൽ ഹാരി എസ് ട്രൂമാൻ്റെ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. സോ അദ്ദേഹം പ്രസിഡന്റായി വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പൺഹൈമർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ രണ്ട് നിർദ്ദേശങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ആരെയും ഇത് അറിയിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ജപ്പാന് മേലെ ഈ ആറ്റം ബോംബ് പ്രയോഗിക്കുമ്പോൾ എല്ലാവരുടെയും ധാരണ എന്ന് പറയുന്നത് ജപ്പാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജപ്പാനെ തോൽപ്പിച്ചാൽ മാത്രമേ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയുള്ളൂ. അവരെ തോൽപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഈ ആറ്റം ബോംബാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർക്ക് മേലെ ഈ ആറ്റം ബോംബ് പ്രയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ചരിത്രം മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോയത് എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നു. ജപ്പാന് മേലെ അമേരിക്കയുടെ പ്രൊജക്ട് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേബിൾ ടാപ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ജപ്പാനിലെ പല വിവരങ്ങളും ഇവർ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ടോക്കിയോ പോലെയുള്ള സിറ്റികളുടെ മേലെ അമേരിക്ക തുരുതുരെ നാൽപ്പാം പോലെയുള്ള ബോംബുകൾ വർഷിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ കത്തിയെരിഞ്ഞ് മരിക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. സോ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ജപ്പാന് മനസ്സിലാവുകയും ജപ്പാൻ സറണ്ടർ ചെയ്യാൻ ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുകയും ചെയ്തൊരു സമയമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ അവർ സറണ്ടർ ചെയ്യാത്തതിന് കാരണം ടേംസ് ഓഫ് സറണ്ടർ, ഈ കീഴടങ്ങലുമായി ബന്ധപ്പെട്ടുള്ള ടേംസിൽ അവർക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് ജപ്പാൻ്റെ എംപറർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, ജപ്പാനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാനുള്ള ചില കാലതാമസം കൊണ്ടാണ് അവർ സറണ്ടർ ചെയ്യാത്തത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് ജപ്പാൻ ഇപ്പോഴും സറണ്ടർ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് പലരും ജപ്പാന് മേലെ ബോംബിടാൻ അനുവദിച്ചത് എന്നും പറയപ്പെടുന്നു. ഇനി ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ നടക്കുന്നുണ്ട്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് സഖ്യകക്ഷികളിലെ ബിഗ് 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 രാജ്യങ്ങളുണ്ട്. USA, UK, USSR, ഇവരാണ് ബിഗ് 3 എന്ന് പറയുന്നത്. ഇവിടുത്തെ നേതാക്കന്മാർ പല സമയങ്ങളിൽ യോഗങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീറ്റിംഗ് നടക്കാൻ പോകുന്നത് പോസ്റ്റ്ഡാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതിനെയാണ് പോസ്റ്റ്ഡാം കോൺഫറൻസ് എന്ന് പറയുന്നത്. ഈ മീറ്റിംഗിൽ അമേരിക്കയിൽ നിന്ന് ഹാരി എസ് ട്രൂമാനും UK നിന്ന് വിൻസ്റ്റൺ ചർച്ചിലും USSRൽ നിന്ന് ജോസഫ് സ്റ്റാലിനുമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിൽ വെച്ചിട്ടാണ് ജപ്പാന് മേലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഹാരി എസ് ട്രൂമാന് അല്ലെങ്കിൽ US ഗവൺമെൻറ്റിന് ഈ ബോംബ് വർക്ക് ചെയ്യുമോ എന്നറിയണം. ഇപ്പോഴും ആ ബോംബിൻ്റെ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. സോ ബോംബ് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യുമോ എന്നറിഞ്ഞാൽ മാത്രമേ പോസ്റ്റ്ഡാം കോൺഫറൻസിൽ ജപ്പാനെ അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തീരുമാനങ്ങൾ US ഗവൺമെൻറ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഈ പോസ്റ്റ്ഡാം ഗവൺമെൻറ്റിന് മുന്നേ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ബോംബ് ടെസ്റ്റിംഗ് നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതൊരു നിർദ്ദേശം മാത്രമായതിന് വലിയൊരു പ്രഷറായിരുന്നു ലെസ്ലി ഗ്രൂസിനും ഓപ്പൺഹൈമറിനും മേലെ ഉണ്ടായിരുന്നത്. അങ്ങനെ 1945 ജൂലൈ മാസം 16-ാം തീയതി ഗാഡ്ജറ്റ് എന്നവർ വിളിക്കുന്ന പ്ലൂട്ടോണിയം ബോംബിൻ്റെ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ആയിട്ട് തീരുമാനിക്കുകയാണ്. സോ ഈ ടെസ്റ്റിനെ റോബർട്ട് ഓപ്പൺഹൈമർ വിളിച്ചത് ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ്. ഹിന്ദു ഫിലോസഫിയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഗ്രാഹ്യമുണ്ടായിരുന്നു. സോ അതിൽ ആകൃഷ്ടനായി ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര അല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഇതിന് ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പേരിട്ടത് എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ അതിനെ തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല. മാത്രമല്ല ഈ ടെസ്റ്റിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തത് ന്യൂ മെക്സിക്കോയിലെ അലാമോഗോറോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുപ്രദേശമാണ്. സ്പാനിഷ് ഭാഷയിൽ ജേണി ടു ഡെത്ത് അഥവാ മരണത്തിലേക്കുള്ള സഞ്ചാരം എന്നാണ് ആ ഒരു പ്രദേശത്തെ വിളിച്ചിരുന്നത്.
അങ്ങനെ ജൂലൈ 15-ാം തീയതി തന്നെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ സജ്ജീകരിക്കുന്നു. പക്ഷേ ജൂലൈ 15-ാം തീയതി മുതൽ വലിയ കാറ്റും മഴയും തണ്ടർസ്റ്റോമും ഒക്കെയാണ് ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ടെസ്റ്റ് മാറ്റി വെക്കേണ്ടി വരുമെന്നുള്ളൊരു അഭിപ്രായം പലരുടെയും ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരുന്നു. പക്ഷേ ജനറൽ ലെസ്ലി ഗ്രൂസ് ഏതർത്ഥത്തിലും ഈ ടെസ്റ്റ് മാറ്റി വെക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഈ ടെസ്റ്റിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് പോസ്റ്റ്ഡാം കോൺഫറൻസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. സോ അങ്ങനെ അവരെല്ലാവരും ഈ മഴ മാറാൻ വേണ്ടി കാത്തിരിക്കുന്നു. പല വെതർ ഫോർകാസ്റ്റേഴ്സും ഈ ടീമിലുണ്ടായിരുന്നു. അവർ പ്രെഡിക്റ്റ് ചെയ്തത് നേരം പുലരാറാവുമ്പോഴത്തേക്കും ഈ മഴ മാറി ആകാശം തെളിയുമെന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ടെൻറ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റോബർട്ട് ഓപ്പൺഹൈമർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ടെസ്റ്റ് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഷീറ്റുകൾ മാറ്റി വിരിച്ചോളൂ എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. സോ ഈ ടെൻറ്റുകളിൽ ആരും തന്നെ ഉറങ്ങാതെ സമയം ചെലവഴിക്കുകയായിരുന്നു. റോബർട്ട് ഓപ്പൺഹൈമർക്ക് തലേദിവസം ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. രാത്രി മുഴുവൻ അദ്ദേഹം പുകവലിക്കുകയും ചുമയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുന്നു. അങ്ങനെ നേരം പുലരാറായപ്പോഴത്തേക്കും ഈ മഴ അവസാനിക്കുകയാണ്. ഏകദേശം 5 മണിയായപ്പോഴത്തേക്കും ആകാശം തെളിയുകയാണ്. സമയം 5:10 ആയപ്പോഴത്തേക്കും മൈക്കിൽ അനൗൺസ്മെൻറ്റ് വരികയാണ്, T-20 എന്ന്. അതായത് 20 മിനിറ്റിനുള്ളിൽ ഈ ടെസ്റ്റ് നടക്കും എന്നാണ് പറയുന്നത്. അതായത് 5:30 ഈ ട്രിനിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈമായിട്ട് ഫിക്സ് ചെയ്യുന്നു. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളായപ്പോഴത്തേക്കും റോബർട്ട് ഓപ്പൺഹൈമറൊക്കെ ശ്വസിക്കാൻ വരെ മറന്നുപോയി എന്നാണ് പറയുന്നത്. കൃത്യം 5:30 ഗാഡ്ജറ്റ് എന്ന വിളിപ്പേരുള്ള ഈ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുകയും അത് സക്സസ്ഫുൾ ആയി മാറുകയും ലോകത്താദ്യമായിട്ട് ആറ്റം ബോംബിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള പരീക്ഷണം നടത്തുന്ന രാജ്യമായി അമേരിക്ക മാറുകയും ആറ്റം ബോംബ് എന്ന ടെക്നോളജി അവർക്ക് സ്വന്തമായി മാറുകയും ചെയ്യുന്നു. പല ശാസ്ത്രജ്ഞന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇവർ പലരും പല രീതിയിലാണ് ഈ എക്സ്പ്ലോഷനെ കണ്ടത്. ചിലർ പറഞ്ഞത് പെട്ടെന്ന് രാത്രിയിൽ ഡേ ലൈറ്റ് വരുന്നത് പോലെ തോന്നിയെന്ന് പറയുന്നു. വളരെ വലിയൊരു പ്രകാശം ചിലരുടെ കണ്ണുകളെ മങ്ങിച്ചു കളയുന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നത് 3 മൈൽ അകലെ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ്റെ ഹീറ്റ് ഫീൽ ചെയ്യാൻ പറ്റിയെന്നാണ്. റോബർട്ട് ഓപ്പൺഹൈമർക്ക് ഈ സമയത്ത് എന്താണ് തോന്നിയത് എന്ന ചോദ്യം അദ്ദേഹത്തോട് 1956 NBC ടെലിവിഷനിൽ ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ ഈ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. Few people laughed, few people cried, most people were silent. I remembered the line from the Hindu scripture, the Bhagavad Gita, "Now I am become death, the destroyer of worlds." I suppose we all thought that one way or another. പരീക്ഷണത്തിന് ശേഷം ഓപ്പൺഹൈമർ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മുഖാന്തരം ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, കട്ടിലിലെ ഷീറ്റുകൾ മാറ്റി വിരിച്ചോളൂ എന്ന് പറഞ്ഞ്. സോ കൃത്യമായിട്ട് ആറ്റം ബോംബിൻ്റെ പരീക്ഷണം നടന്നതോടുകൂടി ജൂലൈ 17-ാം തീയതി തന്നെ പോസ്റ്റ്ഡാം കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ഈ കോൺഫറൻസിൽ വെച്ചിട്ട് ജപ്പാന് മേലെയുള്ള ആക്ഷൻ എന്തായിരിക്കണമെന്ന് സഖ്യകക്ഷി രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്നു. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറയുകയാണ്, ഓഗസ്റ്റ് 15-ാം തീയതി സോവിയറ്റ് യൂണിയൻ ജപ്പാനിലെ ഇൻവേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തു നിന്നും കൂടി ഒരു ഇൻവേഷൻ വന്നു കഴിയുമ്പോൾ ജപ്പാൻ കീഴടങ്ങുമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ജോസഫ് സ്റ്റാലിനോട് പറയുകയാണ്, അമേരിക്കയുടെ കയ്യിൽ വലിയൊരു ബോംബുണ്ട്, ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല, അതിനേക്കാളൊക്കെ സംവരണ ശേഷിയുള്ള ഒരു ബോംബുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ബോംബിൻ്റെ കാര്യം കേട്ടപ്പോൾ ജോസഫ് സ്റ്റാലിൻ വലിയ രീതിയിൽ പ്രതികരിച്ചില്ല എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഒന്നുകിൽ ഓൾറെഡി ആറ്റം ബോംബിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനുകളും അവർക്കുണ്ടായിരുന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ ഈ വിഷയം വേണ്ടത്ര ഗൗരവത്തിൽ ട്രൂമാൻ അവതരിപ്പിക്കാത്തത് കൊണ്ടുമാവാം എന്നുള്ള അഭിപ്രായമാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ പോസ്റ്റ്ഡാം കോൺഫറൻസിന് ശേഷം US ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയാണ്, ഓഗസ്റ്റ് 15-ന് മുന്നേ ജപ്പാന് മുകളിൽ ആറ്റം ബോംബ് അറ്റാക്ക് നടത്തണം. കാരണം ഓഗസ്റ്റ് 15-നാണ് സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ഇൻവേഡ് ചെയ്തതിന് ശേഷം ജപ്പാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനിയിലൊക്കെ സംഭവിച്ചതുപോലെ സോവിയറ്റ് യൂണിയനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സറണ്ടർ പ്ലാൻ പിന്നീട് തയ്യാറാക്കേണ്ടി വരും. സോ അതിന് മുന്നേ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ജൂലൈ 26-ാം തീയതി സറണ്ടർ ചെയ്തതിനുള്ള ഒരു അൾട്ടിമേറ്റം ജപ്പാന് മുകളിൽ US ഗവൺമെൻറ് വെക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ചരിത്രരേഖകൾ പറയുന്നില്ല. അതെങ്ങനെയൊക്കെ ആയാലും ഓഗസ്റ്റ് മാസം 6-ാം തീയതി ജപ്പാനിലെ ഹിരോഷിമ എന്ന പട്ടണത്തിന് മുകളിൽ അമേരിക്കൻ ബോംബർ പ്ലെയിനുകൾ ലിറ്റിൽ ബോയ് എന്ന പേരിനുള്ള യുറേനിയം ബോംബ് വർഷിക്കുകയും വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് അറ്റാക്ക് ഹിരോഷിമയ്ക്ക് മുകളിൽ നടക്കുകയാണ്. കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ മറ്റൊരു യുദ്ധവിമാനം നാഗാസാക്കി എന്ന പട്ടണത്തിന് മുകളിൽ ഫാറ്റ്മാൻ എന്ന പേരിലുള്ള ഒരു പ്ലൂട്ടോണിയം ബോംബ് അറ്റാക്ക് നടത്തുന്നു. നേരത്തെ പരീക്ഷണം നടത്തിയ ഗാഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്ലൂട്ടോണിയം ബോംബായിരുന്നു. അതുപോലെയുള്ള ഒരു പ്ലൂട്ടോണിയം ബോംബ് കൊണ്ട് അറ്റാക്ക് നടത്തുകയും അവിടെയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ബോംബ് വർഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ തന്നെ മരണമടഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല, കാലങ്ങൾക്ക് ശേഷം അവിടെയുള്ള റേഡിയേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതേ സമയം ഓപ്പൺഹൈമറെ സംബന്ധിച്ചിടത്തോളം
ട്രിനിറ്റി ടെസ്റ്റിന് ശേഷം ഈ ബോംബിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെയും മറ്റെല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും ഉള്ളിൽ ഈ ബോംബിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബോംബ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യുമായിരുന്നു. എന്നാലും ഈ ബോംബ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം എയർഫോഴ്സിന് കൃത്യമായി കൈമാറിയിരുന്നു. എത്ര ഉയരത്തിൽ നിന്നാണ് ബോംബ് ഇടേണ്ടത്, ക്ലിയർ സ്കൈ ഉള്ള സമയത്ത് മാത്രമേ ബോംബ് ഇടാവുള്ളൂ, മഴയോ ഫോഗോ ഉള്ള സമയത്ത് ബോംബ് ഇടാൻ പാടില്ല, റഡാർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ബോംബ് ഇടാൻ പാടില്ല, കൃത്യമായിട്ട് വിഷ്വൽ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ബോംബ് ഇടാവുള്ളൂ, അത് എത്ര മുകളിൽ എത്തുമ്പോഴാണ് ഡെറ്റനേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം ആർമിക്ക് അല്ലെങ്കിൽ എയർഫോഴ്സിന് കൊടുത്തിരുന്നു എന്ന് കാണാം. ഈ ആറ്റം ബോംബ് അറ്റാക്കിന് ശേഷം, എസ്പെഷ്യലി നാഗാസാക്കിയിലെ രണ്ടാമത്തെ ബോംബ് അറ്റാക്കിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം ദോസ് പുവർ ലിറ്റിൽ പീപ്പിൾ എന്നായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ആറ്റം ബോംബ് അറ്റാക്കുകൾ ജപ്പാന്റെ സറണ്ടറിലേക്ക് നയിക്കുന്നു, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു, താൽക്കാലികമായിട്ടെങ്കിലും ലോകത്തിലേക്ക് സമാധാനം കടന്നു വരുന്നു. അതിന് കാരണക്കാരനായത് ഈ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട റോബർട്ട് ഓപ്പൺഹൈമർ ആയിരുന്നു. വലിയൊരു ഹീറോയുടെ വലിയൊരു പരിവേഷമായിരുന്നു അദ്ദേഹത്തിന് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത് എന്ന് കാണാം. എന്നാൽ ആ ഒരു പരിവേഷത്തിലുണ്ടായിരുന്ന ഓപ്പൺഹൈമർ പിന്നീട് അമേരിക്കൻ പ്രൊമിത്യൂസ് ആയി മാറുകയാണ്. അമേരിക്കൻ ഗവൺമെന്റിനാൽ ശിക്ഷിക്കപ്പെടുന്ന സെക്യൂരിറ്റി ക്ലിയറൻസുകളെല്ലാം റിവോക്ക് ചെയ്യുന്ന, അമേരിക്കയിലെ എല്ലാ വലിയ പദവികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലാണ് വിശദീകരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ തിരിച്ചു വരുന്നതുവരേക്കും നന്ദി.